ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ നമ്മളൊരു പുതിയ പുസ്തകത്തിലേക്ക് കയറുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മൂന്നാമത്തെ സുവിശേഷമായ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു. വിശുദ്ധ ലൂക്കോസ് വിശുദ്ധ പൗലൂസിൻ്റെ സമയത്ത് കൂടെ പ്രവർത്തിച്ച, ലൂക്കോസിൻ്റെ മരണസമയത്ത് പൗലൂസ് കൂടെ ഉണ്ടായിരുന്നു. പൗലൂസിന് വേണ്ടി വിശുദ്ധ ലൂക്കോസ് നീറോ ചക്രവർത്തിയോട് വാദിച്ച ആളാണ്. അങ്ങനെ സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും ഉണ്ടായിരുന്ന ആളായിരുന്നു വിശുദ്ധ ലൂക്കോസ്. ഒന്നാമത്തെ പോപ്പായിരിക്കുന്ന പത്രോസ് മീൻപിടുത്തത്തിൽ എക്സ്പേർട്ടായിരുന്നു. അവനെ മനുഷ്യനെ പറ്റിക്കുന്നവരാക്കി. വളരെ വിദഗ്ധനായ ഡോക്ടർ. വിശുദ്ധ കൊലോസ്യ ലേഖനം 4:14 വൈദ്യനായ ലൂക്കോസ്. അതുകൊണ്ട് വൈദ്യവും വിദ്യയുമൊക്കെ എപ്പോഴും ദൈവത്താൽ ഒരു അനുഗ്രഹം പ്രാപിച്ചതായിരിക്കണം. ആ ദൈവിക ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇത് ലഭ്യമായിത്തീരുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പഠിച്ചാൽ വിശുദ്ധ ലൂക്കോസ് യേശുകർത്താവിൻ്റെ ആ ശിഷ്യത്വത്തിൻ്റെ അത് ലോകമെമ്പാടും പകരപ്പെടാൻ സാധിച്ചു. എത്ര ഉന്നത രാജ്യങ്ങളിലുള്ളവരുടെ മേലും ഉന്നതമായിട്ടത് വ്യാപരിക്കാൻ സാധിച്ചു. വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് അത് മുൻപോട്ട് പോകുമ്പോൾ വേദപുസ്തകത്തെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വേദപുസ്തകത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളിൽ തന്നെ ഇതിൻ്റെ സ്വാധീനം വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ലോകത്തിൽ ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ ആ വൈദ്യരംഗത്തെ പ്രഗത്ഭനായ വിശുദ്ധ ലൂക്കോസിനെ സ്വാധീനിച്ചപ്പോൾ തെയോഫിലോസിനൊരു ലേഖനം എഴുതുകയാണ് താൻ. തെയോഫിലോസ് ദൈവത്താൽ സ്നേഹിക്കുന്നവനെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പുസ്തകത്തിൻ്റെ പ്രധാന കാര്യം യേശു മനുഷ്യപുത്രനാണെന്ന് സ്വാധീനിക്കാനുള്ള, യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രനാണെന്നുള്ളത് പോലെ തന്നെ യേശു മനുഷ്യപുത്രനാണ്, മനുഷ്യനായിട്ട് പിറന്നു. അപ്പോൾ അതിൻ്റെ താനൊരു ഡോക്ടറായതുകൊണ്ട് തൻ്റെ മെഡിക്കൽ സയൻസ് പ്രകാരം, ആ സയൻസ് പ്രകാരം പരിശുദ്ധാത്മാവിൽ താൻ ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ടും നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് നീ അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം എഴുതി വയ്ക്കുന്നത് അത് ലോകത്തിന് വേണ്ടിയാണ്, ചരിത്രത്തിന് വേണ്ടിയാണ്. എൻ്റെ സപ്തതിയോടുള്ള ബന്ധത്തിൽ CSI കൊല്ലം കൊട്ടാരക്കര ഡയസസിൻ്റെ ലിറ്ററേച്ചർ ബോർഡ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ അത് എൻ്റെ പിതാവിനെ പറ്റിയുള്ളൊരു പുസ്തകം എഴുതണമെന്ന് ആളുകൾ പറയുമായിരുന്നു. എന്നാൽ ഞാനതിന് താല്പര്യം കാണിച്ചത് ദൈവം നടത്തിയ വഴികൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹവും പാഠവുമായി അനുഗ്രഹമായി തീരുവാൻ അത് സാധിക്കണമെന്നുള്ള ചിന്തയിൽ തീക്കനൽ തീർത്ത ഇടയപാത എന്ന ഒരു പുസ്തകം, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം എന്നുള്ളതുകൊണ്ട് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മറ്റൊരു പർപ്പസല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിശുദ്ധ ലൂക്കോസ് പറയുന്നത് ഇത് ഞാൻ അനുഭവിച്ചത് മറ്റുള്ളവർക്ക് അറിയിക്കണം. നിങ്ങളും ചെയ്യുന്ന നന്മകൾ അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും വിട്ട് നമ്മുടെ പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല. അത് കണ്ടാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾക്ക് കണ്ടുപഠിക്കുവാനും കേട്ടുപഠിക്കുവാനും അറിഞ്ഞു പഠിക്കുവാനും ധാരാളം കാര്യങ്ങളുണ്ട്. അതിനായി നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ഏത് സ്വാധീനത്തിലുള്ളവരെയും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്
ഈ വചനങ്ങളിലൂടെ നമ്മൾക്ക് സാധ്യമായിത്തീരുന്നു. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങൾ അനുഗ്രഹങ്ങളായി മറ്റുള്ളവരുടെ മേൽ ചൊരിയിക്കുമ്പോൾ അതൊരു വ്യക്തി മുദ്ര പതിപ്പിക്കുന്നതാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ശക്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയോടെ പരിശുദ്ധാത്മ നിറവോടെ ഇത് സ്വീകരിപ്പാനുള്ള കൃപ നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മനുഷ്യപുത്രനാണെന്ന് തെളിയിക്കുന്ന ഡോക്ടറായ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഞങ്ങൾ പഠിക്കുമ്പോൾ, കർത്താവായ ആ സുവിശേഷം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അതൊരു പുതിയ ശക്തിയും പുതിയ ബലവും നൽകണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കി കൊടുത്താട്ടെ. യേശു മൂലം തന്നെ. ആമീൻ. ഗോഡ് ബ്ലസ് യു.